2 ദിവസമായിട്ട് ഈ ക്ഷേത്രത്തിലാണ് കിടന്നത്. ഇത് നമ്മുടെ കുമളിയിലുള്ള ശാസ്താക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ മണ്ഡലകാലം പ്രമാണിച്ച് നടന്നു വരുന്ന അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ നൽകിയിരുന്നു. ആ വിരിവെക്കാൻ നൽകിയ സൗകര്യത്തിൻ്റെ അവിടെയാണ് ഞാൻ 2 ദിവസമായിട്ട് തങ്ങിയത്. എൻ്റെ സുഹൃത്തായ സാം, ലൈറ്റ് വർക്ക് ചെയ്യുന്ന സാം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെയുള്ള ഉണ്ണി എന്ന വ്യക്തി എനിക്ക് ഇവിടെ സൗകര്യമൊരുക്കി തരികയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഭയങ്കര സഹകരണമായിരുന്നു. അപ്പോൾ അവരോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. 2 ദിവസമായിട്ട് ഇവിടെയാണ് തങ്ങിയത്. നല്ല തണുപ്പുണ്ടായിരുന്നുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഇവിടെ ഈ റൂമിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ഇത് അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കോട്ടയത്ത് നിന്ന് കുമളിയിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. വലത്തുവശത്ത് ഒരു ചെറിയ അമ്പലം. ആ അമ്പലത്തിൻ്റെ മറഞ്ഞു കിടന്ന ഒരു അമ്പലമാണ്. അതായത് കാലങ്ങളായിട്ട് പൂജാതി കർമ്മങ്ങളൊന്നും നടക്കാതെ കിടന്നിരുന്ന അമ്പലമാണ്. ഒരു 4-5 വർഷമേ ആയുള്ളൂ ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ചേർന്ന് ഈ അമ്പലം പുനരുദ്ധരിക്കുകയും ഇവിടെ പൂജാകാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഈ അമ്പലത്തിൽ വന്ന് ഇവിടെ 2 ദിവസം തങ്ങാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് ഇവിടുന്ന് നമ്മൾ മൂന്നാർ സൈഡിലേക്ക് യാത്ര തിരിക്കുകയാണ്. കുമളിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കുമളി ജംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മൂന്നാർ റൂട്ടിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മൂന്നാറിലേക്ക് ഇനി കൃത്യം 100 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ 3 ദിവസം കൊണ്ട് എത്താൻ പറ്റത്തോളം എന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ അമരാവതിയിലാണുള്ളത്. അമരാവതിയിൽ നിന്നും കയറ്റങ്ങളൊക്കെ തള്ളിക്കയറ്റി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുമളിയിൽ നിന്നൊരു 3.5-4 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് മൂന്നാർ. കുഞ്ഞി ഉറക്കാം കേട്ടോ. ഉറങ്ങിയപ്പോൾ കണ്ണ് തുറന്നു എൻ്റെ ഒച്ച കേട്ടിട്ട്. ചെറിയ തൊണ്ടയടപ്പൊക്കെ ഉണ്ട്. മരുന്ന് കഴിക്കണം. അത് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഈ വിശാലമായ റോഡിൽ കൂടെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമരാവതിയിൽ വന്നപ്പോൾ കണ്ട പള്ളിയാണ് അമരാവതി സെൻറ്റ് ജോസഫ് ചർച്ച്. ഇവിടെ ഒരു പിയാത്ത കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ പള്ളി, കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട പള്ളിയാണ്. നമ്മൾ കാഞ്ഞിരപ്പള്ളി കുരിശുമലയൊക്കെ കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രോട്ടോയുടെ മുമ്പിലാണ് ഞാനുള്ളത്. പിയാത്തായുടെ ഒരു ശില്പം കൊടുത്തിരിക്കുന്നു. വിശ്വവിഖ്യാത ശില്പിയായ ലിയോണോ ഡാവിഞ്ചി നിർമ്മിച്ച ആ ശില്പത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഈ വഴിക്ക് മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് പോകാനത്രയും പോകാം എന്ന് വിചാരിക്കുന്നു. ഒരു 30 കിലോമീറ്ററിലും പോയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ നേരെ അമരാവതിയിൽ നിന്നും മൂന്നാറിലേക്ക്. ഓടിയാടിയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അണക്കരയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു മലയുടെ മുകളിൽ ഒരു കല്ല് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അതൊന്ന് കാണാൻ പോകാമെന്നുള്ള വിചാരത്തിൽ മേളിലോട്ട് പോവുകയാണ്. മേളിൽ ചെല്ലുമ്പോൾ അറിയാം ആൾക്കാരുടെ പ്രതികരണം എന്നാന്ന്. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോവുകയാണ്. ഇത് മൊത്തം ഒറ്റ പാറയായിട്ട് നിൽക്കുന്ന ഒരു മലയാണ്.
ആ മലയുടെ മുകളിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീപ്പ് റോഡ് മാത്രമാണ് ഉള്ളത്. കാര്യം പറഞ്ഞാൽ വീതിയുള്ള റോഡാണ്, പക്ഷേ ജീപ്പ് കയറിപ്പോകാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓട്ടോറിക്ഷയ്ക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സെറ്റിങ്ങാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുത്തനെയുള്ള ആ മല കയറി മുകളിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 2 മീറ്റർ മേളിലെത്തിയപ്പോൾ അടിപൊളി സെറ്റപ്പ്. ആ താഴേന്നാണ് കയറി വന്നത്. ചെറിയൊരു കയറ്റം കയറിയപ്പോൾ തന്നെ ഇവിടെ വൈഡ് റേഞ്ചാണ്. ഇതുണ്ടോ, മേളിൽ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്, വീട്ടുകാരൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ പടുതാക്കുളത്തിലാണ് ഇവർ വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അത് മുകളിലുള്ള പാറയിൽ നിന്ന് വരുന്ന വെള്ളം ഓസിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ചാണകമൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നതൊക്കെ കാണാം നമുക്കവിടെ. ചെറിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രതിഷ്ഠയേ ഉള്ളൂ. ഒരു കാണിക്കവഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കല്ലൊക്കെ കയറി മുകളിലോട്ട് പോവുകയാണ്, ആ പാറയുടെ അടുത്തോട്ട്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ആൾക്കാരുടെയൊക്കെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടോ, എന്താ കിഴക്കിൻ്റെ സുഖം. വാ, വേണ്ട, ഇവിടെ പടുതാക്കുളം അടിച്ചിരിക്കുന്ന കാണാം. മേളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ മലയുടെ മുകളിൽ നമ്മൾ നിന്ന് കയറി വന്ന വഴികളൊക്കെയാണ് കാണുന്നത്. വണ്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. ഈ കയറ്റം എല്ലാം തള്ളിക്കയറ്റിയാണ് നമ്മൾ വന്നത്. ഇനിയുണ്ട് ഒരുപാട് കയറ്റങ്ങൾ തള്ളാൻ. ആ മലയുടെ മുകളിലോട്ട്, ആ കാണുന്ന പാറയുടെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനും കുഞ്ഞും കൂടി താഴത്തിറങ്ങി മേളിലോട്ട് നടക്കുകയാണ്. കുത്തനെയുള്ളൊരു കയറ്റമാണ്. വാ വാ, അയ്യോ, അവിടെ ആട്ടുമാണ്ടറി. നിൻ്റെ മണിക്കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. നിൻ്റെ മണിയമ്മ എവിടെയുണ്ട്. അപ്പോഴത്തെ ഇത് തേയിലത്തോട്ടമാണ്, പക്ഷേ അത് നല്ല രീതിയിലൊന്നും നോക്കുന്നില്ല. ഇത് കണ്ട താഴെ ഒരു നല്ല വീട്, വീടിന് ചുറ്റും നല്ല ഒരു ഗാർഡനൊക്കെ ഉണ്ട്. അമ്മയുടെ ആടാണോ മൊത്തം? ആ, ഞാൻ കോട്ടയത്തുനിന്ന്. ഞാൻ കാശ്മീരിലോട്ട് സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ, അവളെയും കൊണ്ടാണ് പോകുന്നത്. കുഞ്ഞിയെ, ഇവിടെ വെള്ളം ഉണ്ടോയെന്ന് നോക്കിയടി. ആ, പാറമടക്കകത്ത് വെള്ളമുണ്ടീ. അയ്യടി, അടിപൊളി. നോക്ക്, ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. പക്ഷേ പെയ്ത്ത് വെള്ളമാണെന്നേ ഉള്ളൂ, കുറവേ അല്ല. മേളിൽ നിന്ന് ഒഴിവൊന്ന് ചാടിയതാ. പെയ്ത്ത് വെള്ളാ. വാ, നീൻ്റെ ഒരു വൃത്തികേട് കാണിച്ചാൽ ഉണ്ടല്ലോ, എൻ്റെ പെണ്ണിനിട്ട് ഞാൻ 2 തരും. ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പാറയുടെ അഴക്കൂടെ മേളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്ക്. ആ പാറയാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയും കയറാനുണ്ട്. ഒരുപാട് കയറി നമ്മൾ മേളിൽ ചെല്ലണം, എന്നാലേ ആ പാറയുടെ അടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. കുഞ്ഞി അതിനിടയ്ക്ക്, ഓ എന്താ രസം കാണാൻ. നോക്കിയേ, മലമടക്കുകൾ മുഴുവൻ, അതിൻ്റെ അടിയിൽ മുഴുവൻ ഇതിൻ്റെ കൃഷിയാണ് കേട്ടോ, ഏലക്കൃഷിയാണ് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ ഏലക്കൃഷിയാണ്. നമ്മളിങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ പൈപ്പ് ലൈനൊക്കെ HD പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കൃഷിത്തോട്ടം കണ്ട്, തക്കാളി, പയർ ഒക്കെ കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഈ വീട്ടുകാരുടെയാണ്. അതുപോലെ തന്നെ അവരൊരു തൊഴുത്ത് ശരിയാക്കിയിട്ടുണ്ട്. പശുക്കളെയൊക്കെ വന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് കയറാൻ വേണ്ടിയുള്ള തൊഴുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏലത്തോട്ടമാണ്. കുറച്ച് എല്ലാം തേയിലത്തോട്ടവും കുറച്ച് ഏലത്തോട്ടവുമാണ് ഇവിടെ. പക്ഷേ തേയിലത്തോട്ടമൊന്നും അവർ വലിയ കാര്യമായിട്ട് സംരക്ഷിക്കുന്നില്ല. എന്താ, നമ്മൾ ഈ കാട് ഏലത്തോട്ടത്തിൻ്റെ സൈഡിലുള്ള കാടുകളാണ്. അപ്പോൾ നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്.
നല്ല വെയിലൊക്കെയായി. നടക്ക് കുഞ്ഞ് മടുത്തെന്ന് തോന്നുന്നു. മടുത്തോടി? ഇല്ലല്ലോ. നമുക്ക് നേരെ കയറിപ്പോവാം. ഇവിടെയൊക്കെ വീടുകളുണ്ട്. എൻ്റെ ഇവിടെ പൂച്ചെടിയൊക്കെ കാണുന്നുണ്ട്. പൂച്ചെടിയൊക്കെ ഉള്ളിടത്ത് വീടുകൾ കാണും. നമുക്ക് പാറയുടെ മുകളിലോട്ട് പോവാം. ഇടത്തോട്ട് ഇങ്ങോട്ട് വാ. അത് വീട്ടിലോട്ടുള്ള വഴിയാണ്. കയറ് വാ, നടക്ക്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പാറക്കെട്ടിൻ്റെ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ മനോഹരമായ കാഴ്ചകൾ, ഇടുക്കിയുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുകയാണ്. ഇതുണ്ടോ താഴെ മുഴുവൻ ഏലത്തോട്ടങ്ങളാണ്. ഈ മരങ്ങൾ കാണുന്നതിൻ്റെ മുഴുവൻ അടിയിൽ ഏലത്തോട്ടങ്ങളാണ് കാണുന്നത്. കിലോമീറ്ററുകൾ ഏലത്തോട്ടമാണ്. കൂടുതലും തമിഴ്നാട്ടുകാർ എടുത്ത് ചെയ്യുന്ന തോട്ടങ്ങളാണ്. ലീസിനെടുത്തിട്ട് ചെയ്യുന്നതാണ്. കാരണം വന്നപ്പോൾ മുഴുവൻ കണ്ടത് കൂടുതലും തമിഴ്നാട്ടിലെ വണ്ടികളാണ് കൂടുതലും കണ്ടത്. ഓരോ തോട്ടങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മലയുടെ മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ സേഫായിട്ടുള്ളൊരു സ്ഥലമല്ല. പിന്നെ ഒച്ചയും ബഹളമൊക്കെ വെച്ച് പോയാൽ കാട്ടിക്കൂടെ നമുക്ക് കയറിപ്പോവാം. ഇതിലെ ഓഫ് റോഡ് വണ്ടിയൊക്കെ കയറിപ്പോകുന്നതാണ് കേട്ടോ. ഇതിലെ ജീപ്പുകളൊക്കെ കയറിപ്പോകുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഓഫ് റോഡ് ട്രക്കിങ്ങിനൊക്കെ ആളുകളെ കൊണ്ടുവരുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇപ്പുറത്ത് ഏലക്കാടുകളാണ്. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ കുഴപ്പങ്ങൾ. ഇത് നമ്മൾ കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ്. കട്ടപ്പന മൂന്നാർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു കല്ലിങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ക്ഷേത്രം കാണും എന്നാണ് എൻ്റെ ഒരു വിചാരം. മറ്റൊന്നുമല്ല, ഒരു ഇലക്ട്രിക് ലൈൻ അതിലെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. കുഞ്ഞു മടുത്തോ? കുഞ്ഞിപ്പെണ്ണ മടുത്തോടി? അപ്പോൾ ഇതുപോലെ കാറ്റുള്ള സ്ഥലത്ത്, രാമക്കൽമേടിന് അടുത്താണ്, ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ ഊഹം ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലം കാണും. ക്ഷേത്രത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എൻ്റെ ദൈവം, ഇത് കയറാതെ പോയിരുന്ന ഭയങ്കര നഷ്ടമായേനെ. എന്നാ അടിപൊളിയാണെന്ന് നോക്കി. ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. കുഞ്ഞിങ്ങി മാറി നടക്കണം. ഇത് ക്ഷേത്രമാണ്. ഒരു പാറയ്ക്കടിയിലെ ക്ഷേത്രം. ദൈവമേ, ഭഗവാനെ കാത്തോളണം. ഇത് കണ്ടോ, പാറയ്ക്കടിയിലൊരു ക്ഷേത്രം. ആ പാറ നിൽക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ. 2 കുത്തുതൂണ് പോലെയാണ് ഈ പാറ നിൽക്കുന്നത്. അതിലാണിത് സെറ്റായിട്ട് നിൽക്കുന്നത്. ദൈവമേ, ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കയറുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. കാരണം രാവിലെ പൂജ കഴിഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാ കേട്ടോ, വെളിയിൽ കൂടാ. അത് ശിവക്ഷേത്രമാണ്. പിന്നെ വേൽമുരുകനുണ്ട്. വേൽമുരുകൻ്റെ ക്ഷേത്രമാണെന്ന് പ്രധാന പ്രതിഷ്ഠയെന്ന് തോന്നുന്നു. ശിവക്ഷേത്രം, ശിവപാർവതിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ ഇതുവഴിയും കയറി വരുന്നുണ്ട് ആൾക്കാർ. ഇതുവഴിയാണ് കൂടുതൽ ആൾക്കാർ കയറി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നട കെട്ടിയിട്ടുണ്ട്. വാ, താട്ടിറങ്ങ്. ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ കാണണം. വേടിക്കെട്ട് വ്യൂ. ഇതുവഴി വരുന്നവർ ഇവിടെ കയറി തന്നെ പോകണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഹിഡൻ പ്ലേസുകളാണ് നിങ്ങൾക്ക് നമ്മൾ ആസ്വദിക്കേണ്ടത്. അല്ലാതെ കുറേ കെട്ടിടങ്ങളുടെ നടുവിൽ പോയിട്ട് മൂന്നാറിലെ മഞ്ഞും കണ്ട് അങ്ങനെ വരുമല്ല ചെയ്യേണ്ടത്. നമ്മളിങ്ങനത്തെ ഹിഡൻ പ്ലേസുകളിൽ വരണം. ഇത് കണ്ടോ, നോക്കിക്കേ, ആ പാറ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഈ പാറ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അല്ല അതിൻ്റെ ഭംഗി. അതിൻ്റെ അകത്തൂടെ കയറി അവിടെ ഒരു ചെറിയ പൊത്തുണ്ട് ആ പാറയ്ക്ക് അടിയിലൂടെ. അത് എനിക്ക് തോന്നുന്നു കൊത്തി ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അത് 2 കാലുകളിൽ നിൽക്കുന്ന പോലെയാണ്, റാ പോലെയാണ് ആ പാറയുടെ ആ ഉൾവശം കാണുന്നത്. അപ്പോൾ ഞാൻ കിടക്കുന്ന ഭാഗത്തോട്ട് കോടമഞ്ഞ് വന്ന് കയറിയത് കണ്ടോ. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഫുള്ള് കോടമഞ്ഞായി.
ഈ കോടമഞ്ഞിൻ്റെ ഇടയിലാണ് മൂടിപ്പതിച്ച് കിടക്കുന്നത്. ഒടുക്കത്തെ മഴയായിരുന്നു. അവസാന മഴയും കഴിഞ്ഞ് കോട കയറി ഒന്നും കാണത്തില്ലാത്ത പരുവത്തിലായി. കോടയുടെ ഒരു അപഹാരം കണ്ടോ, ഒരു സാധനം കാണത്തില്ല. ഈ പ്രദേശം മുഴുവൻ പള്ളി, ഇവിടെ തൊട്ടടുത്തുള്ള പള്ളി വരെ കാണാൻ മേലാത്ത പരുവത്തിലായി കോട കയറിയിട്ട്. അപ്പോഴത്തെ ഇതാണ് പരുവം. നമ്മൾ കിടക്കുന്ന സ്ഥലം ഈ ഓഡിറ്റോറിയത്തിലാണ്. അച്ഛൻ ഇന്ന് താഴെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അച്ഛാ ഇതാ അവസ്ഥ, പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അച്ഛൻ അവിടെ കിടന്നോളാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പം മിക്കവാറും 2-3 ദിവസത്തേക്ക് അടുപ്പിച്ച് മഴയായിരിക്കും. നമുക്ക് മുൻപ് നമ്മുടെ കോട്ടയം ജില്ല എന്നുള്ളൊരു പള്ളിയിൽ നിന്ന് കിട്ടിയതിൻ്റെ നേരെ വിപരീതം അനുഭവമാണ് ഇവിടെ കിട്ടുന്നത്. ഇതിലും കഷ്ടം പിടിച്ചാണ് ഞാനന്ന് അവിടെ കിടന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മഴയത്ത് നനഞ്ഞ് കയറി ചെന്നതാണ്. ഇതാണ് പുറ്റടിയിലെ രാമക്കൽമേടിനുള്ള റോഡാണ് താഴെ കാണുന്നത്. ഇപ്പോഴും ഒരു ഇച്ചിരി മഴ തോന്നിട്ടുണ്ട്. കിടക്കുന്ന കിടപ്പ് കണ്ടോ, കോടയാണ് മോനെ കോട. നമ്മളിവിടെയാണ് നിറഞ്ഞു കൂടി കിടക്കുന്നത്. കുഞ്ഞ് തേണ്ട തണുത്ത് വിറച്ച് കിടപ്പുണ്ട് പാവം. സൈക്കിളൊക്കെ നമ്മൾ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ചാണ് ഇന്ന് കുക്ക് ചെയ്തത്. ഭയങ്കര കാറ്റായതുകൊണ്ട് ബേസ് ബോർഡൊക്കെ മടക്കി വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ രാത്രിയിലോട്ട് കഴിപ്പൊന്നുമില്ല. അവിടെ പായ കയറി കിടക്കല്ലെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല. അവിടെ കിടക്കടി കള്ളി പെണ്ണെ. ഭയങ്കര വഴക്കാളി ആയിക്കൊണ്ടിരിക്കുക. അനുസരണ കുറവാണ് വലിയൊരു. തണുപ്പൊക്കെ ഇപ്പോൾ അവർക്ക് പ്രശ്നമില്ലാതായി കേട്ടോ. ആദ്യത്തെ ഒരു തുമ്പലും ചീറ്റലൊക്കെ പോയി. ഇപ്പോൾ ചുന്ദരിക്കുട്ടി. ഇന്ന് ഞാൻ നല്ലതായിട്ട് ചീകമൊക്കെ ചെയ്തുകൊണ്ട് ചുന്ദരിക്കുട്ടിയായി കിടക്കുക. അവിടെ ചവിട്ടും ചുന്ദരിക്കുട്ടിയാണ്. ക്യാമറ കാണുമ്പോഴത്തേക്കും അവളെ ഇത്ര ഡീസൻ്റാന്ന് നോക്കി. ക്യാമറ കാണുമ്പോൾ വളരെ ഡീസൻ്റാണ് നോക്കി. എന്നൊക്കെയാണ് കാണിക്കുന്നു നോക്കി. അവൾക്കറിയാം ക്യാമറ. തുമ്മു തിരിഞ്ഞ് കിടക്കാൻ പറഞ്ഞാൽ കേൾക്കുകയല്ല. നിനക്കൊന്ന് തിരിഞ്ഞ് കിടന്നുകൂടെ? അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിക്കേ. അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാം, അല്ലെങ്കിൽ മൂക്ക് കാറ്റടിച്ച് കയറും. കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. എടി അപ്പുറത്തോട്ട് തിരിഞ്ഞ് കിടന്നാൽ തുമ്മുമോ? ഇല്ലല്ലോ.